Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വനംവകുപ്പ് സർവേയിലൂടെ പിടിച്ചെടുത്തത് 65ഓളം കുടുംബങ്ങളുടെ സ്ഥലവും വീടുകളും. അധ്വാനിച്ചുണ്ടാക്കിയ പണം നൽകി വിലയ്ക്ക് വാങ്ങിയ സ്ഥലങ്ങളാണ് വനംവകുപ്പ് അന്യായ സർവേയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുവത്തൂർ വാർഡിൽപ്പെട്ടതുമായ 65ഓളം കുടുംബങ്ങളുടെ സ്ഥലങ്ങളാണ് നഷ്ടപ്പെടുക. ആലോടി, കുറുങ്കുളം, കാനക്കുത്ത് ഭാഗങ്ങളിൽ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പുതിയ സർവേ കല്ലുകൾ സ്ഥാപിച്ച് വനംവകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത്. 50 വർഷത്തിലേറെയായി കുടുംബങ്ങൾ താമസിച്ചു വരുന്നതും പല ഭൂമികളും നിരവധി തവണ കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ്. വർഷങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ജണ്ടകൾ മറികടന്നാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചത്. 5ഉം 10ഉം സെന്റ് സ്ഥലങ്ങൾ മാത്രമുള്ള പാവപ്പെട്ടവരുടെ സ്ഥലങ്ങളും വീടുകളുമാണ് വനംവകുപ്പ് പിടിച്ചെടുത്തത്. സ്വന്തമായി 1 സെന്റ് സ്ഥലം പോലും വാങ്ങാൻ പണമില്ലാത്ത കുടുംബങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. വനംവകുപ്പിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കാര്യമായ ഇടപെടൽ നടത്താത്തതാണ് ഈ കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ചിതലക്കുന്ന് ആയിഷ 11 വർഷം മുമ്പ് വില നൽകി വാങ്ങിയ 10 സെന്റ് സ്ഥലവും വീടും വനംവകുപ്പ് ഇപ്പോൾ സർവേ കല്ല് സ്ഥാപിച്ച് അവകാശമുന്നയിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ച മൈനൂർ നാരായണൻ, നാരായണി എന്നിവർ വീട് വെക്കാൻ തറ നിർമ്മിച്ചപ്പോഴാണ് വനംവകുപ്പ് ഇവിടെ സർവേ കല്ല് സ്ഥാപിച്ചത്. 1.25 വർഷം മുൻപ് പുതിയ വീട് നിർമ്മിക്കാൻ നിലവിലെ വീട് പൊളിച്ചു നീക്കിയതിനാൽ ഇവർ ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിലാണ് ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. ചുണ്ടപ്പറ്റ സർഫുദ്ദീൻ വില നൽകി വാങ്ങിയ 5 സെന്റ് സ്ഥലത്ത് കടം വാങ്ങിയും മറ്റും നിർമ്മിച്ച വീടിപ്പോൾ വനഭൂമിയിലാണെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. വനംവകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് ജണ്ടകൾ സ്ഥാപിച്ച് വനഭൂമിയുടെ അതിർത്തി നിർണ്ണയിച്ചിരുന്നു. ഇപ്പോൾ പുതിയ സർവേ കല്ല് സ്ഥാപിച്ച് ഭൂമി കൈവശപ്പെടുത്തി 65ഓളം കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. ജനങ്ങളുടെ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളും നടത്തുന്നില്ല. വനംവകുപ്പ് മുൻപ് അളന്ന് തിട്ടപ്പെടുത്തി ജണ്ടകൾ സ്ഥാപിച്ച ശേഷം വീണ്ടും പുതിയ സർവേ കല്ലുകളുമായി ഇറങ്ങിയിരിക്കുന്നതിനെ ന്യായീകരിക്കാനാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ 10-40 വർഷം മുന്നേ ഞങ്ങൾ മുട്ടിയൽ ഉള്ള സ്ഥലം വിറ്റ് ഇവിടെ വന്നുകൊണ്ട് സ്ഥലം വാങ്ങിയതാണ്. ഞങ്ങൾ വെട്ടിപ്പിടിച്ചത് എടുത്തതൊന്നല്ല. അന്ന് ഞങ്ങളിത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയപ്പോൾ ഞങ്ങളെ വേലിന്റെ ചവിട്ട് വഴിയാണ് ഞങ്ങൾക്ക് അതിര് തന്നിട്ടുണ്ടേനിയത്. ഫോറസ്റ്റിന്റെ അപ്പുറത്ത് റോഡ് അങ്ങനെ തന്നപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ജണ്ടന്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞു പോയി. പിന്നെ കറണ്ട് വന്നപ്പോഴും കറണ്ട് പുറത്തു കൂടെ എടുക്കാൻ പറ്റൂല എന്ന് ഉള്ളിൽ കൂടെ എടുത്തു പോയി. ഇപ്പോൾ വന്ന് കുറ്റിയടിച്ച ഓലതാന്നും പറഞ്ഞു. കാനക്കുത്ത്, ആലോടി, കുറുങ്കുളം ഭാഗത്ത് മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണിത്. ഇവിടെ എല്ലാവരും ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആൾക്കാർ, ആരും കുടിയേറി പാർക്കണവരൊന്നല്ല. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ ഒരു പകുതി വീട്ടുകാർ ഇവിടെ ഒരു 60 വീട്ടിൽ നിന്ന് ഒരു 25-30 വീടും ഭൂമി ഇല്ലാത്തവരായി മാറിപ്പോൾ. ഫോറസ്റ്റിൻ്റെ പുതിയ സർവേ വന്നതോട് കൂടിയിട്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ 10 സെൻറ്റുള്ള ആൾക്കാർക്ക് 1 സെൻറ്റ് 2 സെൻറ്റ് ഭൂമിയായി തീർന്നു. ഇപ്പം അതിൻ്റെ നികുതി അടയ്ക്കാനാണ് വില്ലേജിൻ്റെ ഓർഡർ ഉള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനം ഒന്നും പാടില്ല എന്നുള്ളതാണ് പോലെ. എല്ലാവരും സാധാരണക്കാരാണ്. ഒക്കെ കൂലിപ്പണി എടുത്തും കൃഷിപ്പണി എടുത്താണ് പാട്ടത്തിനെടുത്താണ്ടൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവിടെയുള്ള ആൾക്കാർ. അതിൻ്റെയൊക്കെ പുറമെ പിന്നെ മൃഗങ്ങളെ ശല്യം വേറെയും കിടക്കുക. ഞങ്ങൾക്ക് പേര കിട്ടണം സാറേ. ഞങ്ങൾക്ക് പേര കിട്ടാൻ പറ്റൂലല്ലോ. ഞങ്ങൾ എങ്ങോട്ടാ പോവുക? ഞങ്ങൾക്ക് പോകാനൊരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ പേരയും സ്ഥലം കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞങ്ങൾ ചെറുപ്പം മുതൽച്ചേ ഇവിടെ നിന്നതാണ്. ഞങ്ങൾ അച്ഛനമ്മയൊക്കെ മരിച്ചു പോയി ഇവിടുന്ന് തന്നെ. ഞങ്ങൾക്ക് അന്നൊരു പേര ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കരുതിയിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തു, കിട്ടി. അപ്പോൾ ഇങ്ങനെ മുടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? വനം വകുപ്പുകാർ. അപ്പോൾ ലെറ്റർ പോയി പഞ്ചായത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അപ്പോഴാണ് അറിയണത്, തറയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അറിഞ്ഞത് ഇനി പേര കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് അതിൽ എടുക്കാനും പൈസ ഒന്നുള്ളത് ഞങ്ങൾ തട്ടിക്കൂട്ടി എടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊരു നിവർത്തിയില്ല അറിയാം. എന്താ ഞങ്ങൾ ചെയ്യാ സാറേ? 65ഓളം കുടുംബങ്ങളുടെ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്ത ഈ കുടുംബത്തിന് 15 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകി അവരെ പുനരധിവസിപ്പിക്കണമെന്നാണ് ആവശ്യം. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.